ഹരേ കൃഷ്ണ. സ്കന്ദഷഷ്ടിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഷഷ്ടിവ്രതം. സന്താനലാഭം, സന്താനങ്ങളുടെ ശ്രേയസ്, ശത്രുനാശം, രോഗനാശം മുതലായവയാണ് ഷഷ്ടിവ്രത അനുഷ്ഠാനം കൊണ്ടുള്ള ഫലങ്ങൾ. തുലാം വൃശ്ചികം മാസങ്ങളിലെ ഷഷ്ടിക്കാണ് ഏറെ പ്രാധാന്യം. താരകാസുരനുമായുള്ള യുദ്ധത്തിൽ അസുരൻ തൻ്റെ മായ കൊണ്ട് സുബ്രഹ്മണ്യനെ മറച്ചു കളഞ്ഞു. ഇത് കണ്ട് ദുഃഖിതയായ പാർവതീദേവി 108 ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി സുബ്രഹ്മണ്യൻ താരകാസുരൻ്റെ മായയെ ഇല്ലാതാക്കി, അവനെ വധിച്ചു കളഞ്ഞു. സുബ്രഹ്മണ്യൻ താരകാസുര വധം ചെയ്തത് തുലാമാസത്തിലെ ഷഷ്ടി ദിവസമായിരുന്നു. അതുകൊണ്ടാണ് തുലാമാസത്തിലെ ഷഷ്ടിക്ക് കൂടുതൽ പ്രാധാന്യം വന്നത്. ഈ വർഷം തുലാമാസത്തിൽ ഒക്ടോബർ 27-ാം തീയതി തിങ്കളാഴ്ചയാണ് ഷഷ്ടി. പ്രണവത്തിൻ്റെ അർത്ഥമറിയാത്ത ബ്രഹ്മാവിനെ സ്കന്ദൻ കാരാഗൃഹത്തിൽ അടച്ച് പാപത്തിൻ്റെ ഫലമായി സുബ്രഹ്മണ്യന് സർപ്പരൂപം സ്വീകരിക്കേണ്ടി വന്നു. ഇതിൽ നിന്നും സുബ്രഹ്മണ്യൻ മോചിതനായത് വൃശ്ചികത്തിലെ ഷഷ്ടി നാളിലായിരുന്നു. അതുകൊണ്ട് വൃശ്ചികത്തിലെ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യനെ ആരാധിച്ചാൽ സർപ്പദോഷം, ശാപദോഷം മുതലായവ അവയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. വെളുത്ത പക്ഷത്തിലെ പ്രഥമം മുതലാണ് നമ്മൾ വ്രതം തുടങ്ങേണ്ടത്. 6 ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ പൂർണ്ണഫലം സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതിന് സാധിക്കാത്തവർ 3 ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും. സ്കന്ദഷഷ്ടി എടുക്കുന്നവർ അന്ന് ഉപവാസം എടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് കഴിയാത്തവർ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ വ്രതമെടുത്ത് ദർശനം നടത്തുമ്പോൾ നമ്മളെക്കൊണ്ട് എന്തൊക്കെ ഭഗവാന് കൊടുക്കുവാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. നമ്മൾ വ്രതം നിൽക്കുമ്പോൾ 6 ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി 6 പ്രദക്ഷിണം വെച്ച് തൊഴുത് വണങ്ങുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഹരേ കൃഷ്ണ.